ഷീജ, ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് താനൊന്നും അറിഞ്ഞില്ല ഇക്കാര്യത്തിൽ, ഇങ്ങനെ ഒരു ഡീൽ നടന്ന കാര്യം. അദാനിയുടെ 49% ഓഹരികൾ MSC കമ്പനിക്ക് കൊടുത്ത കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. അവിടെ ചോദ്യം മറ്റൊന്ന് വരികയാണ്, ഇതൊന്നും അറിയില്ലെങ്കിൽ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത്? അതവിടെ രാഷ്ട്രീയ ചോദ്യമാണ്, അവിടെ നിൽക്കട്ടെ. നിലവിൽ എന്താണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം എങ്ങനെയാണ് കുത്തകകൾക്ക് തീരെഴുതാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം? സംസ്ഥാന താല്പര്യം ബലി കഴിച്ചുകൊണ്ടുള്ളതാണ് ഈ ഡീൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്? വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് എന്താണ്? ഇതിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പൊളിച്ചടുക്കിയ കാര്യങ്ങൾ എന്താണ്? സിജു, ഏതായാലും നിലവിലിപ്പോൾ വിഴിഞ്ഞത്തിന്റെ ഷെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിക്ഷേപ ഷെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് MSC ഈ രീതിയിൽ വലിയൊരു നിക്ഷേപം നടത്താൻ പോകുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരം അത് അദാനി പോർട്സ് കൃത്യമായ രീതിയിൽ തന്നെ വിസിലിനെ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിനെ അറിയിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഒരു മറുപടി ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ നൽകിയത് എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ വിസിലിന്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖകളടക്കം വിസിലിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇതുമായി ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ തനിക്ക് ഇതേക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല, സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കും എന്നുള്ള കാര്യമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അദാനി പോർട്സ് കൃത്യമായ രീതിയിൽ തന്നെ ഒരു കത്ത് അത് സർക്കാരിനും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏതായാലും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള ഒരു എംപവേർഡ് കമ്മിറ്റി അത് പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിലൊരു മാറ്റമെന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന കരാർ വ്യവസ്ഥകൾക്കൊക്കെ വിരുദ്ധമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യമാണ്. കാരണം ഒരു സർക്കാർ മാറി എന്ന് കണ്ട ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വളരെ തിടുക്കത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലടക്കം അദാനി പോർട്സിന്റെ ഇടപെടലടക്കം വളരെ വേഗതയിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ്. കാരണം കരാർ വ്യവസ്ഥകൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയത്. അത് അവിടെ എത്തുന്ന കപ്പലുകളുടെ കാര്യത്തിലാകട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ, കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്കും കഴിഞ്ഞ സർക്കാർ കൂട്ടുനിന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന് വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു സംശയം തന്നെയാണ് ഇവിടെ ഏതായാലും ഉയരുന്നത്. ഇനിയിപ്പോൾ ഏതായാലും സർക്കാരിൻ്റെ ഈ ഒരു എംപവേർഡ് കമ്മിറ്റിയിൽ നിന്നാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. അതിന് ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും ഇനി മുഖ്യമന്ത്രി, കാരണം മുഖ്യമന്ത്രി തന്നെയാണ് തുറമുഖവും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ എംപവേർഡ് കമ്മിറ്റിക്ക് മുന്നിലെത്തിയിട്ടുള്ള കത്ത് അതിലെന്ത് തീരുമാനം മുഖ്യമന്ത്രി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഏറെ നിർണായകമാകുന്നത്. സിജു.